ഹണി ഗ്ലേസ്ഡ് ചിക്കനാണ് ഇന്നുണ്ടാക്കുന്നത്. അതിനായിട്ടൊരു 500 ഗ്രാംസ് ചിക്കൻ ഇവിടെ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പൊന്ന് നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. ഇത് ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണിത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരല്പം വെള്ളം ആവശ്യത്തിന് ചേർത്ത് നല്ല കുഴമ്പ് പരുവത്തിൽ അത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മളൊരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. കാരണം ചിക്കൻ ഒന്ന് കൂടി പിടിച്ചിരിക്കുക, അതൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടി, വറക്കുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ടൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. അപ്പം നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒന്ന് തണുത്ത് കിട്ടുന്നവരെ വെച്ചാൽ മതി. ഇനി ചിക്കന് വീണ്ടും ഒരു കോട്ടിങ് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് പാകത്തിന്, ഈ മൈദയ്ക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, പിന്നെ ഞാൻ അല്പം കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. കാരണം ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ചിക്കൻ പീസസ് ഈ മിശ്രിതത്തിലിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. ഒരു ചിക്കൻ പീസിൻ്റെ ഓരോ ഭാഗത്തും നന്നായിട്ട് കോട്ടിങ് വരാൻ പാകത്തിന് ഇത് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം വെളിച്ചെണ്ണയ്ക്ക് ഒരു സ്മെല്ലുണ്ടല്ലോ, ഒരു മണമുള്ള സുഗന്ധം ഉണ്ടല്ലോ. ആ ഒരു സുഗന്ധം നമുക്ക് ഈ ചിക്കൻ ആവശ്യമില്ല. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ പോലെ നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. ബ്രൗൺ നിറാവുന്നത് വരെ വറുത്ത് കോരിയെടുക്കാം. ചിക്കൻ ഇവിടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സോസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ ഒരു 1.5 ടീസ്പൂൺ വിനീഗർ എടുക്കുന്നുണ്ട്. വൈറ്റ് വിനീഗർ. ഞാൻ സാധാരണ വിനീഗറാണ് എടുക്കുന്നത്. ടേബിൾ സ്പൂൺ ആണ് വിനീഗർ. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഇതും നല്ല ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം അതിൻ്റെ സോസിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ, ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ആക്കി വയ്ക്കുക. ഇനി നമ്മൾ ആദ്യം ചിക്കൻ വറുത്തിരിക്കുന്ന എണ്ണ തന്നെ യൂസ് ചെയ്യാം. ആ എണ്ണ കുറച്ചെടുത്ത് ചൂടായ ചീനച്ചട്ടിയിൽ കുറച്ച് എടുത്ത് വീണ്ടും ചൂടാക്കിയിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്, ജിഞ്ചർ ഓരോന്നും 1 ടീസ്പൂൺ വീതം മതിയാവും. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക.
ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം, ഒരു ഹാഫ് ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ കുറച്ച് ഭാഗം ഞാൻ ഇതിൻ്റെ കൂടെ വന്നിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോസിൻ്റെ ബേസ് എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അതിന് സ്ലറി എന്നാണ് പറയുക. അത് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇതിന് നല്ലൊരു ഗ്ലേസിങ് വരും. അപ്പോൾ ഒരു കൊഴുപ്പും വരും, ഒരു ഗ്ലേസിങ്ങും വരും. ഇത് സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി. ഇത് ഫ്രൈ ആയി വരരുത്, കരിഞ്ഞു പോകരുത്. ഇത് സ്ലറി ഒഴിച്ചു കൊടുക്കണം. നല്ലൊരു ഗ്ലേസിങ് ആണ് ഇപ്പോൾ സോസിന്. വേണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഇതൊരു തീരെ കട്ടിയാവരുത്, ഒന്ന് ചെറുതായിട്ടൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വരണം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ലൊരു ഗ്ലേസിങ് ആയിട്ടുണ്ട് ഈ സോസിന്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുക്കണം, എന്നിട്ടാണ് ഹണി ചേർക്കുക. കാരണം ചൂടുള്ള സോസിലേക്ക് ഹണി ചേർക്കാൻ പാടില്ല. ഒരു ടേബിൾ സ്പൂൺ ഹണി ചേർക്കാം. അതിപ്പോൾ കൂടുതലോ കുറവോ മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അതിനൊരു പ്രത്യേക കണക്കൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചേർത്ത് ഇളക്കുക. ഓരോ ചിക്കൻ പീസിലും ഈ ഗ്രേവി പുരണ്ടിരിക്കാൻ പാകത്തിന് ഇത് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ആ ക്യാപ്സിക്കം ഹാഫ് ഫ്രൈ ആക്കിയതാണ്. അതുപോലെ കുറച്ച് വൈറ്റ് സിസേം സീഡ്സ്, അതായത് വെളുത്ത എള്ള് ഫ്രൈ ചെയ്തത്, അതും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതാണ്, വളരെ ടേസ്റ്റിയാണ്.